സിനഡൽ സഭാ സംവിധാനം കൊണ്ടുവരുന്നതിലെ വെല്ലുവിളികളും സാധ്യതകളും രണ്ടാം ഭാഗം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം ഇക്കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ, അതായത് 66-ാം എപ്പിസോഡിലാണ് പറഞ്ഞു വെച്ചത്. വെല്ലുവിളികളും സാധ്യതകളും എന്നതിൽ വെല്ലുവിളികളെക്കുറിച്ച് മാത്രമേ ആ എപ്പിസോഡിൽ പറയാൻ കഴിഞ്ഞുള്ളതാനും, അതും സഭാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങളെയും വെല്ലുവിളികളെയും പറ്റി മാത്രമേ ആ എപ്പിസോഡിൽ പരാമർശിക്കുകയുണ്ടായുള്ളൂ. വാസ്തവത്തിൽ സഭാ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് നാം മുൻകൂട്ടി കാണുന്ന തടസ്സങ്ങളെക്കാൾ വെല്ലുവിളിയാകുന്നത് സഭാ സമൂഹത്തിൽ നിന്നുണ്ടായേക്കാവുന്ന തടസ്സങ്ങളാകാനാണ് സാധ്യത. നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട് മാറ്റമില്ലാതെ തുടരുന്ന പുരോഹിത ഭക്തിക്കും പൗരോഹിത്യത്തോടുള്ള അന്ധമായ വിധേയത്വത്തിനും മാറ്റമുണ്ടാകാതെ അവർക്കൊപ്പം സമത്വബോധത്തോടെ തലയുയർത്തിയും കൈകോർത്തും സഞ്ചരിക്കാൻ വിശ്വാസി സമൂഹത്തിന് കഴിയുന്നത് എങ്ങനെ? അതുകൊണ്ട് സഭാധികാരികൾ ഉയർത്തുന്ന തടസ്സങ്ങളെയും അവരുടെ അധികാരത്തിന് വിധേയപ്പെട്ടു നിൽക്കുന്ന സഭാ സമൂഹം ഉയർത്തുന്ന തടസ്സങ്ങളെയും ഒരേ സമയം അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ സിനഡാലിറ്റിയോട് കൂടിയ സഭാസിനഡ് സമ്പ്രദായത്തിലേക്ക് ഇന്നത്തെ അധികാര സഭയെ പരിവർത്തിപ്പിക്കാനാകൂ എന്ന് നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്നവർ ഈ രണ്ട് വിഭാഗങ്ങളിലും പെടുന്നവരല്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. പകരം വിമതരെന്നും സഭാവിരുദ്ധരെന്നും സഭാധികാരികളാലും അവരുടെ അന്ധഭക്തരാലും ചാപ്പകുത്തപ്പെട്ട വിവിധ സഭാ നവീകരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കാത്ത കുറേയേറെ സ്വതന്ത്ര ചിന്തകരും മാത്രമാണ് എന്നെ ശ്രമിക്കുന്നുണ്ടാവുക. വാസ്തവത്തിൽ അവരോട് മാത്രമാണ് എനിക്ക് സംസാരിക്കാനുള്ളതും. കാരണം അവരാണ് വെളിച്ചമായും ഉപ്പായും പുളിമാവായും സഭാസമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിനായി ഇന്നലെയും ഇന്നും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്. 2024 ഒക്ടോബറിലെ ആധികാരിക സഭാ പ്രബോധനമനുസരിച്ച് ഇന്നത്തെ ഹൈറാർക്കിക്കൽ സഭയെ സിനഡൽ സഭയാക്കി പരിവർത്തിപ്പിക്കുന്നതിലും അവർ തന്നെയാകും ഇനി അങ്ങോട്ടും പതാകവാഹകരായി മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാനുണ്ടാവുക. എന്നാൽ അവരെ സഭാവിരുദ്ധർ എന്നോ വിമതർ എന്നോ ഉറക്കെ പറയാൻ ഇനിമേൽ ഇവിടുത്തെ സഭാധികാരികൾക്ക് പോലും കഴിയാതെ വന്നിരിക്കുന്നു എന്നതാണ് സിനഡൽ സമ്പ്രദായം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിലെ ആദ്യത്തെ അനുകൂല സാഹചര്യം. കാരണം ഇവിടുത്തെ മുഴുവൻ മെത്രാന്മാരും പങ്കെടുത്ത് വോട്ട് ചെയ്ത് അംഗീകരിച്ച സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയ്ക്ക് എതിരായല്ല, മറിച്ച് തികച്ചും അനുകൂലമായാണ് ഒരു കൂട്ടായ്മ സഭാ സംവിധാനത്തിനും പങ്കാളിത്ത സഭയ്ക്കും വേണ്ടി അവർ പ്രവർത്തിക്കാൻ പോകുന്നത്. സിനഡാലിറ്റി സംബന്ധിച്ച അന്തിമരേഖയോട് ചേർന്ന് പോകുന്ന വിധത്തിൽ കാനോൻ നിയമങ്ങളിൽ തിരുത്തൽ വരുത്താൻ 2023-ലും 2026-ലുമായി 2 കാനോനിക്കൽ കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ അനുകൂല സാഹചര്യം. സഭാ നടത്തിപ്പിൽ വിശ്വാസി സമൂഹത്തിന്റെ വർദ്ധിച്ച പങ്കാളിത്തവും സഭയെ കൂടുതൽ വികേന്ദ്രീകൃത സംവിധാനമാക്കുക എന്നതിലുമാണ് ഈ കാനോനിക്കൽ കമ്മീഷനുകൾ ഊന്നുക. മൂന്നാമത്തെ അനുകൂല സാഹചര്യം എന്നത് ആഗോളതലത്തിൽ സിനഡൽ സഭാ സംവിധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി കഴിഞ്ഞു എന്നതാണ്. പല രാജ്യങ്ങളിലും സിനഡാലിറ്റി എന്നത് ഒരു ആശയം എന്നതിൽ നിന്ന് ഒരു പ്രക്രിയയായി വളർന്നു കഴിഞ്ഞു. ഉദാഹരണത്തിന് ജർമ്മനിയിൽ സിനഡൽ പാത്ത്, അതായത് സിനഡൽ മാർഗം എന്ന ഒരു പ്രവർത്തന പദ്ധതി തന്നെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. തന്മൂലം അവിടെ സഭാ വ്യവസ്ഥിതി ഘടനാപരമായി തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. ബ്രസീൽ, അർജന്റീന എന്നീ രാജ്യങ്ങളിൽ മുമ്പേ തന്നെ അവിടെ നിലനിന്നിരുന്ന ബേസിക് കമ്മ്യൂണിറ്റികളിലൂടെ കൂട്ടായ്മ സഭാ സമ്പ്രദായം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും സിനഡൽ സഭാ സംവിധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമായി നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉഗാണ്ടയിൽ വിശ്വാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഊർജിതപ്പെടുത്താൻ മറ്റ് ഉപാധികൾക്ക് പുറമെ അവിടുത്തെ കാത്തലിക് റേഡിയോ പ്ലാറ്റ്ഫോമുകൾ കൂടി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാത്തലിക് ചർച്ച് റിഫോം ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര നെറ്റ്വർക്ക് പ്രസ്ഥാനം സിനഡൽ സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനായി അന്തർദേശീയ തലത്തിൽ നിരവധി സെമിനാറുകളും വർക്ക്ഷോപ്പുകളും വർഷങ്ങളായി നടത്തി വരികയാണ്. അതിൻ്റെ കൂടി ഫലമായിട്ടാവാം ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, അയർലൻഡ്, ബെൽജിയം, ഇംഗ്ലണ്ട് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ സിനഡൽ പ്രക്രിയ വ്യത്യസ്ത തോതുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആകെക്കൂടി നോക്കുമ്പോൾ ഇന്ത്യയിലൊഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും സിനഡൽ സഭ എന്ന കൂട്ടായ്മ സഭ എന്ന ആശയം കൂടുതലായി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനാകും. ഇന്ത്യയിലും ചെറുചലനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ലത്തീൻ രൂപതാമെത്രാന്മാരുടെ സംഘടനയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ അഥവാ CCBI, അതിന് കീഴിലുള്ള 132 രൂപതകളിലും സിനഡൽ സമ്പ്രദായം നടപ്പിലാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-ന് CCBI പ്രസിഡന്റ് കർദിനാൾ ഫിലിപ്പ് നേരി ഫൊറാവോ എല്ലാ മെത്രാന്മാർക്കും ഒരു സർക്കുലർ അയച്ചിട്ടുണ്ട്.
അതിൽ സഭയുടെ എല്ലാ തലങ്ങളിലും സിനഡൽ പ്രക്രിയയെ നയിക്കുന്നതിനും അനുഗമിക്കുന്നതിനുമുള്ള പ്രാഥമിക ഉത്തരവാദിത്വം രൂപതാ ബിഷപ്പിനാണെന്ന് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. സിനഡൽ സഭ എന്ന അഥവാ കൂട്ടായ്മ സഭ എന്ന ആശയം ഇപ്രകാരം ലോകമെങ്ങും പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഈ അറിവ് തന്നെ പ്രവർത്തകരിൽ പ്രത്യാശ പകരാൻ പോരുന്നതാണ്. ലോകമാകെ ഒരു ആശയത്തിൽ ചലനാത്മകമാകുമ്പോൾ കേരള സഭയ്ക്ക് മാത്രമായി അതിനെതിരെ അധികകാലം പിടിച്ചു നിൽക്കാൻ ആവില്ല തന്നെ. എങ്കിലും നാം ഓർക്കണം, പള്ളിയോഗ സമ്പ്രദായം എന്ന കൂട്ടായ്മ സഭാ സംവിധാനം 16 നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന നസ്രാണി പാരമ്പര്യമുള്ള സീറോ മലബാർ സഭയിലാണ് സിനഡാലിറ്റി സഭാ സമ്പ്രദായം സംബന്ധിച്ച അന്തിമരേഖ പുറത്തുവന്ന് 2.5 വർഷം കഴിഞ്ഞിട്ടും അതൊരു ആശയമായി പോലും വിശ്വാസ സമൂഹത്തിൽ എത്തിപ്പെടാതിരിക്കുന്നത് എന്ന്. തങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ബേസിക് കമ്മ്യൂണിറ്റികളെ സിനഡൽ സഭാ സംവിധാനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ബ്രസീലിലെയും മറ്റും കത്തോലിക്കർക്ക് കഴിയുമ്പോൾ കൂട്ടായ്മ സഭാ സംവിധാനത്തിന്റെ ഈറ്റില്ലമായിരുന്ന കേരള നസ്രാണി സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയ്ക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ അതൊരു വിരോധാഭാസമല്ലാതെ മറ്റെന്താണ്? കൂട്ടായ്മ സഭാ സംവിധാനത്തിൻ്റെതായ സ്വന്തം പൈതൃകത്തെ തള്ളിപ്പറഞ്ഞ് പൗരസ്ത്യ റോമൻ പൈതൃകം ചുവന്നു നടക്കുന്ന മിത്രാന്മാർക്ക് സ്വന്തം പൈതൃക മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപക്ഷെ എളുപ്പമല്ലായിരിക്കാം. അവിടെയാണ് സീറോ മലബാർ സഭയുടെ ഒരു അനുഗ്രഹമായി എറണാകുളം അങ്കമാലി അതിരൂപത നിലകൊള്ളുന്നത്. കടുതായവൽക്കരണ ശ്രമങ്ങളെ ചെറുത്തു നിൽക്കുന്ന ഈ അതിരൂപതയിൽ ഒരു മെത്രാന്റെയും ഒരു മെത്രാൻ സിനഡിന്റെയും ഒത്താശയോ പങ്കാളിത്തമോ ഇല്ലാതെ തന്നെ അൽമായ മുന്നേറ്റം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇടവക പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊറോന തലങ്ങളിൽ സിനഡൽ മാതൃകയിലുള്ള കൂട്ടായ്മ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇതിനകം തന്നെ 5 ഫൊറോനകളെ സിനഡൽ മാതൃകയിലേക്ക് പരിവർത്തിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. ബാക്കിയുള്ള ഫൊറോനകളിലും സിനഡൽ മാതൃകയിലുള്ള ഇത്തരം കൂട്ടായ്മ സമ്മേളനങ്ങൾ നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് അവർ. ഈ പ്രക്രിയ വിജയകരമായി പര്യവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിരൂപതയിലെ വൈദിക സന്യസ്ത പ്രതിനിധികളെയും പങ്കെടുക്കാൻ തയ്യാറാകുമെങ്കിൽ അതിരൂപതയുടെ ചാർജ് വഹിക്കുന്ന ആർച്ച് ബിഷപ്പിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ അതിരൂപത സഭാ സിനഡ് സിനഡൽ മാതൃകയിൽ നടത്താൻ അവർക്ക് കഴിഞ്ഞേക്കാം. 2025 ഓഗസ്റ്റ് 15, 16 തീയതികളിൽ അൽമായ മുന്നേറ്റം നേതൃത്വം കൊടുത്ത് നടത്തിയ അതിരൂപത അൽമായ സിനഡും സിനഡ് ഓൺ സിനഡാലിറ്റി പുറത്തിറക്കിയ അന്തിമരേഖയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു സംഘടിപ്പിച്ചത്. 250ഓളം ഇടവകകളിലെ പൊതുയോഗങ്ങളെ സജീവമാക്കിക്കൊണ്ട് അവ തിരഞ്ഞെടുത്തുവിട്ട സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തിയായിരുന്നു അന്ന് അതിരൂപത അൽമായ സിനഡ് വിജയകരമായി നടത്തിയത്. അതവർക്ക് തീർച്ചയായും വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാവും. എറണാകുളം അങ്കമാലി അതിരൂപതയിലേതുപോലുള്ള ഒരു പ്രവർത്തന പശ്ചാത്തലം മറ്റു രൂപതകളിൽ നിലവിലില്ല എന്നതുകൊണ്ട് എറണാകുളത്തെ സിനഡാലിറ്റി മാതൃകയെ മറ്റു രൂപതയിലുള്ളവർക്ക് അതുപോലെ അനുകരിക്കാനാവില്ല എന്നത് ശരി തന്നെ. എങ്കിലും സഭാധികാരികളെ ആശ്രയിക്കാതെ തന്നെ, അതായത് വിശ്വാസി സമൂഹത്തിൻ്റെ മാത്രം മുൻകൈയിലും നേതൃത്വത്തിലും സിനഡാലിറ്റി സഭാ സമ്പ്രദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനാകും എന്ന പാഠമെങ്കിലും നമുക്ക് അവരിൽ നിന്ന് ഉൾക്കൊള്ളാനാകണം. അതിനർത്ഥം നിലവിലുള്ള സഭാ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിയും എന്നാണ്. കേരളത്തിൽ സീറോ മലബാർ റീത്തിൽ മാത്രമല്ല, സീറോ മലങ്കര ലത്തീൻ റീത്തുകളിലും സിനഡാലിറ്റി സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു ആശയവും വിശ്വാസ സമൂഹത്തിൽ ആധികാരികമായി എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയം സംബന്ധിച്ച ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് വിശ്വാസ സമൂഹത്തിൽ നിന്ന് തന്നെ മുൻകൈകളും നേതൃത്വവും ഉണ്ടാവാതെ തരമില്ല എന്നതാണ് സാഹചര്യം. അതിനാൽ ഈ 3 റീത്തുകളിലെയും അവയിൽപ്പെട്ട മുഴുവൻ മറുനാടൻ പ്രവാസികൾക്കിടയിലെയും സഭാ നവീകരണ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും പരസ്പരം അന്വേഷിച്ച് കണ്ടെത്തി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ സഭകളിലെ വിശ്വാസി സമൂഹത്തെയും സഭാധികാരികളെയും ഒരേ സമയം ഉറക്കമുണർത്തേണ്ടിയിരിക്കുന്നു. ഈ ദൗത്യത്തിൽ മുന്നോട്ട് പോയിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ പ്രസ്ഥാനങ്ങളുമായും സിനഡൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ പ്രസ്ഥാനങ്ങളുമായും ബന്ധപ്പെട്ടു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും ഇടവകകൾ മുതൽ ആഗോളതലത്തിൽ വരെ ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നടത്താനും ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടും നിവേദനങ്ങളിലൂടെയും സഭാധികാരികളിൽ സമ്മർദ്ദം ചെലുത്താനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ചർച്ച് ആക്ടിനായി പ്രവർത്തിക്കാൻ 1 ഡസനിലേറെ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ തന്നെ രൂപം കൊണ്ടിരുന്നു. പ്രവർത്തന മാന്ദ്യം മൂലം അല്പമൊക്കെ തളർച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഇന്നും ഇവിടെയുണ്ട്. ചർച്ച് ആക്ട് കൊണ്ട് സഭയിലെ ഭൗതിക കാര്യങ്ങളിൽ മാത്രമേ വിശ്വാസ സമൂഹത്തിന് നിയന്ത്രണം ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന് ഓർക്കുക.
എന്നാൽ സിനഡാലിറ്റിയോട് കൂടിയ സഭാ സംവിധാനം വന്നാൽ സഭയുടെ ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവൻ കാര്യങ്ങളിലും വിശ്വാസി സമൂഹത്തിന് പങ്കാളിത്തമുണ്ടാകും. അതുകൊണ്ട് ചർച്ച് ആക്ടിനേക്കാൾ മികച്ച ഒരു സഭാ സംവിധാനമാണ് സിനഡൽ സഭാ സംവിധാനം എന്ന് എല്ലാ സഭാ നവീകരണ പ്രവർത്തകരും അറിഞ്ഞിരിക്കട്ടെ. അത് മനസ്സിലാക്കി കേരളത്തിലെ മുഴുവൻ റീതികളിലും സിനഡൽ സഭാ സംവിധാനം എങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാകും എന്നത് സംബന്ധിച്ച് കൂട്ടായ ആലോചനകൾക്ക് തുടക്കം കുറിക്കാൻ നിലവിലുള്ള സ്വതന്ത്ര സഭാ പ്രസ്ഥാനങ്ങൾ വീണ്ടും ഒത്തുചേരണമെന്ന് ഇവിടെ അഭിപ്രായപ്പെടുകയാണ്. ഈ ആശയത്തോട് യോജിപ്പുള്ള പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അവരുടെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.